കന്യാംഗത്തിലെ മിന്നും വിജയത്തിനു പിന്നാലെ വിജയെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്ത ടി.വി.കെ മന്ത്രിസഭാ രൂപീകരണത്തിന് സാവകാശം തേടി ഗവർണർക്ക് കത്ത് നൽകി. ടി.വി.കെ കോൺഗ്രസിന്റെയും ചെറു പാർട്ടികളുടെയും പിന്തുണ തേടാനാണ് ടി.വി.കെയുടെ ശ്രമം നിലവിൽ. അതേസമയം വോട്ടെണ്ണലിന് പിന്നാലെ ബംഗാളിൽ നാടകീയ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തോറ്റിട്ടില്ലെന്ന് പ്രഖ്യാപിച്ച മമതാ ബാനർജി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ല എന്ന നിലപാടിലാണ്. അട്ടിമറി നടത്തിയത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ് എന്നാണ് മമതയുടെ കുറ്റപ്പെടുത്തൽ. അതേസമയം മമതയെ വീഴ്ത്തിയ സുവേന്ദു അധികാരി മുഖ്യമന്ത്രി ആയേക്കും എന്നാണ് സൂചന. ഗൗതം ആമറകുഞ്ചം ചേരുന്നു വിവരങ്ങളുമായി. ഗൗതം, ഇതര സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്നത് വലിയ നാടകീയമായ നീക്കങ്ങളാണ്. ഇതിനൊക്കെ എപ്പോഴായിരിക്കും ഒരു അറുതി ഉണ്ടാവുക? അതിൽ തന്നെ ബംഗാൾ എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹം തോൽവി അംഗീകരിക്കാൻ ഇപ്പോഴും പൊരുത്തപ്പെടാത്ത ഒരു മമത അവർ രാജിവെക്കില്ല എന്നാണ് പറയുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് മുഴുവൻ കുറ്റപ്പെടുത്തലും നിലവിലുള്ളത്. അതേസമയം വലിയ ചരിത്രമാണ് തമിഴ്നാട്ടിൽ വിജയ് ഉണ്ടാക്കിയത്. ആ ചരിത്രം അദ്ദേഹം എങ്ങനെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതും ഈ ഘട്ടത്തിൽ ഉറ്റുനോക്കുന്ന ഒരു കാര്യം കൂടിയാണല്ലോ. ശ്യാമളി, ഇതിൽ ആദ്യം ബംഗാളിൽ നിന്ന് തുടങ്ങാം. ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഈ തോൽവി അംഗീകരിക്കാനുള്ളൊരു വിമുഖത കാണിച്ചുകൊണ്ട് മമതാ ബാനർജി തന്നെ രംഗത്തെത്തിയതാണ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ കൗതുകമായി നിലനിൽക്കുന്നത്. തൻ്റെ തോൽവി അത് ശരിക്കും തോറ്റിട്ടില്ലെന്നും അത് EVM ടാപ്പറുകൾ, അതായത് വോട്ടിംഗ് മെഷീനുകളിലൂടെ നടന്നിട്ടുള്ള ക്രമക്കേടുകളുടെ ഭാഗമായിട്ടും അതോടൊപ്പം തന്നെ SIR പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടും ഉണ്ടായതാണെന്നും അത് കരുതിക്കൂട്ടി ചെയ്തതാണെന്നും ജ്ഞാനേഷ് കുമാറിനാണ് ഇതിന് പൂർണ്ണമായ ഉത്തരവാദിത്തമെന്നും ചൂണ്ടിക്കാണിച്ചാണ് മമതാ ബാനർജി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാജിവെക്കാൻ അവർ തയ്യാറായിട്ടില്ല. അതായത് ഔദ്യോഗികമായി രാജിക്കത്ത് നൽകാൻ തയ്യാറായിട്ടില്ല എന്നതാണ് ഇതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം. ഗവർണർക്ക് രാജിക്കത്ത് കൈമാറിയതിന് ശേഷം അടുത്ത മന്ത്രിസഭ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. പക്ഷേ മമതാ ബാനർജി ഇപ്പോൾ നിലവിൽ അതിന് തയ്യാറാകാതെ ഈ EVM തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജ്ഞാനേഷ് കുമാറാണ് ഈ തോൽവിക്ക് കാരണമെന്നും ശരിക്കും തോറ്റിട്ടില്ല എന്നുമുള്ള അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്നെ ബൂത്തുകളിൽ നിന്നും തല്ലി ഇറക്കി വിടുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അക്രമം ഉപയോഗിച്ചുകൊണ്ടാണ്, അത്തരത്തിലുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ജ്ഞാനേഷ് കുമാർ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചതെന്നുള്ള വാദമാണ് ബംഗാളിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ബംഗാളിൽ സ്വാഭാവികമായിട്ടും അവർക്ക് രാജിക്കത്ത് നൽകേണ്ടി വരും. തുടർന്ന് അടുത്ത മന്ത്രിസഭ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടക്കേണ്ടി വരും. സ്വാഭാവികം എന്ന് നേരത്തെ നമ്മൾ വിലയിരുത്തിയ പോലെ തന്നെ സുവേന്ദു അധികാരിക്കായിരിക്കും അവിടെ സാധ്യതയുണ്ടാകുന്നത്. ആ സാധ്യതയ്ക്കനുസരിച്ച് മുന്നോട്ട് പോകും. തമിഴ്നാട്ടിൽ സമാനമായ സാഹചര്യമാണ്. തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി രൂപീകരണവുമായി ബന്ധപ്പെട്ട്, മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെ പിന്തുണ തേടിയിട്ടുണ്ട്. കോൺഗ്രസ് ഇപ്പോൾ ഡൽഹിയിൽ യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ പാർട്ടികളുടെ പിന്തുണയോടുകൂടി 118 എന്ന സംഖ്യയിലേക്ക് എത്തി അവിടെ മന്ത്രിസഭ ഉറപ്പിക്കാനുള്ള നീക്കത്തിലാണ് വിജയ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നാളെ വിവരങ്ങൾ നൽകിയത്.